കഴിഞ്ഞ ദിവസം ലിയണൽ മെസ്സി FC പോർട്ടോയ്ക്കെതിരെ ക്ലബ് വേൾഡ് കപ്പിൽ നേടിയ ആ ഒരു ഫ്രീ കിക്ക് ഗോൾ ഏറെ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് വഴിയൊരുക്കിയ ഒന്നായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി ഇന്റർ മയാമി ക്ലബ് വേൾഡ് കപ്പിലെ ഒരു മത്സരം വിജയിച്ചതും ചരിത്രത്തിൽ ആദ്യമായി ഇന്റർ മയാമി ഒരു യൂറോപ്യൻ ടീമിനെ പരാജയപ്പെടുത്തിയതും ലിയണൽ മെസ്സിയുടെ ആ ഒരു ഫ്രീ കിക്ക് വിന്നിംഗ് ഗോളിലൂടെയായിരുന്നു. മത്സരത്തിന്റെ 54-ാം മിനിറ്റിൽ സെർജിയോ ബുസ്കസിനെ ഫൗൾ ചെയ്തതിന് ലഭിച്ച ഫ്രീ കിക്കാണ് ലിയണൽ മെസ്സി അതിമനോഹരമായി വലയിലേക്ക് എത്തിച്ചത്. മത്സരം സമനിലയിൽ പോയിക്കൊണ്ടിരിക്കവെയായിരുന്നു ലിയണൽ മെസ്സിയുടെ ഈ ഒരു വിന്നിംഗ് ഗോൾ പിറന്നതും. മത്സരശേഷം മാധ്യമങ്ങളെ കണ്ട് ലിയണൽ മെസ്സി ഈ ഫ്രീ കിക്ക് എടുക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഷോട്ട് ഉതിർത്തു എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിനാണ് മെസ്സി മറുപടി നൽകിയത്. മെസ്സിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ആ ഒരു സമയത്ത് ഒരു ഗോൾ അനിവാര്യമാണ്. ലക്ഷ്യം കാണുക എന്നത് മാത്രമായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഞാൻ ഫ്രീ കിക്ക് എടുക്കാൻ നിൽക്കുമ്പോൾ ഗോൾ കീപ്പർ പോസ്റ്റിന്റെ നടുഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. വലതുമൂലയിലെ വലിയ സ്പേസ് ഞാൻ ലക്ഷ്യം വെച്ചിരുന്നു. പോർട്ടോയുടെ ഉയരം കൂടിയൊരു വാളാണ് എന്റെ മുന്നിലുള്ളത്. അതിനു മുകളിലൂടെ പോസ്റ്റിലേക്ക് ലക്ഷ്യം വെക്കുക എന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന പോസ്റ്റിന്റെ വലത് സൈഡിലേക്കാണ് ഞാൻ ലക്ഷ്യം വെച്ചത്. അത് ലക്ഷ്യം കാണുകയും ചെയ്തു. ഇതെല്ലാമാണ് ലിയണൽ മെസ്സിയുടെ വാക്കുകൾ.